ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവൽ വീഡിയോ അല്ല കേട്ടോ. ഇന്ന് എൻ്റെ യൂട്യൂബ് ജേണിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, അതിപ്പോൾ എവിടം വരെ എത്തി, സോ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, ഒത്തിരി ലോങ് അല്ല കേട്ടോ, എന്നാൽ ചെറിയൊരു ലോങ് വീഡിയോ ആയിരിക്കും. കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ പറയണമല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ച് ചായയും കാപ്പിയൊക്കെ എടുത്ത് കംഫർട്ടബിളായിട്ട് ഇരുന്നോ കേട്ടോ. അപ്പം നമ്മുടെ കഥ തുടങ്ങുന്നത് ഏകദേശം ഒരു 7-8 വർഷം മുമ്പ് കേട്ടോ. കോവിഡിൻ്റെ സമയത്താണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോവിഡിൻ്റെ സമയം എന്ന് പറയുമ്പം ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു രസത്തിന് യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം, എല്ലാവരും തുടങ്ങുമല്ലേ. അപ്പോൾ ചുമ്മാ ഒരു രസത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒത്തിരി ആലോചിച്ചു, എന്ത് ചെയ്യണം. ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനെ പല പല കണ്ടൻസാണ് ആ സമയത്ത് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഈ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഈ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കുറച്ച് സെർച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഇൻഫോർമേറ്റീവായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റിലെ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങി. ഒരു ഘട്ടം കഴിഞ്ഞപ്പം വ്യൂസൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ലൈക്ക് പ്രത്യേകിച്ച് ഇത് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ പോലും ഈ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് വീഡിയോസ് അല്ലേ ആൾക്കാർക്ക് കൂടുതലും എന്താ പറയുക, ഇപ്പോൾ ലൈവായിട്ട് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അങ്ങനെ പയ്യെ വന്നപ്പം ആൾക്കാർക്കുള്ള ഒരു എന്താ പറയുക, ആൾക്കാർക്ക് കാണാനുള്ളൊരു മോട്ടിവേഷനൊക്കെ കുറഞ്ഞു. ആൾക്കാർക്ക് എൻ്റെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടിപ്സ് ഒന്നും വേണ്ടാതെയായി. അങ്ങനെ വ്യൂസൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. പക്ഷേ ഒരു 1 ഇയറിനുള്ളിൽ എനിക്ക് നല്ല ഒരു 1500 ഫോളോവേഴ്സൊക്കെ വന്നു കേട്ടോ. അതെനിക്ക് ഒത്തിരി സന്തോഷം നൽകി. കാരണം വെച്ചാൽ ഫസ്റ്റിലത്തെ ഒരു 500 സപ്പോർട്ടും സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടുള്ള സമയമാണ് ആ സമയത്ത്. അപ്പോൾ എനിക്ക് 1500 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. പക്ഷേ വാച്ച് അവേഴ്സ് കൂടുന്നില്ല. കാരണം വെച്ചാൽ ആൾക്കാരുടെ വ്യൂ കുറവാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ എനിക്കൊരു ചെറിയൊരു ഡീമോട്ടിവേഷനൊക്കെ അടിച്ചു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ എഫേർട്ട് ഇട്ട് ഓരോ വീഡിയോസൊക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടും വ്യൂസ് ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പയ്യെ വീഡിയോസ് ഇടാനായിട്ട് കുറഞ്ഞു. അങ്ങനെ വീഡിയോസ് ഇട്ട് കുറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ് സത്യം. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ ദുബായ്ക്ക് ഷിഫ്റ്റ് ചെയ്തു. ദുബായ് വെച്ച് ഇതുപോലെ തന്നെ എന്താ പറയുക, 1-2 വീഡിയോസൊക്കെ ഞാൻ ഇടും. ഒത്തിരി വീഡിയോസൊന്നുമില്ല, എന്നാലും 1-2 വീഡിയോസൊക്കെ പേരിന്, ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പേരിന് കുറച്ച് വീഡിയോസൊക്കെ ഇടുമായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞപ്പം എൻ്റെ കസിൻസൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്യും കേട്ടോ. ഇങ്ങനെ നീ ഒത്തിരി ട്രാവലൊക്കെ ചെയ്യുന്ന ആളല്ലേ, നീ കുറച്ച് ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യുക, ആൾക്കാർക്കൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും ട്രാവൽ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു, ദുബായിലായിരുന്ന സമയത്താണെങ്കിൽ പോലും. പിന്നെ ഞങ്ങൾ ദുബായിൽ നിന്ന് UK ഷിഫ്റ്റായി കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണെങ്കിലും നമ്മൾ ഒത്തിരി ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പല പല സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ ചിന്തിക്കുമ്പം ദുബായിൽ എൻ്റെ കുറേ ട്രാവലിംഗ് വീഡിയോസ് അതൊക്കെ എനിക്ക് മിസ്സായി. കാരണം ആ സമയത്ത് ഞാൻ അങ്ങനെ ട്രാവലിംഗ് വീഡിയോസായിട്ട് അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ നമ്മൾ ഏതായാലും ട്രാവൽ ചെയ്യുമല്ലേ, അപ്പോൾ കുറച്ച് ട്രാവലിംഗ് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു എൻ്റെ യൂട്യൂബ് ചാനൽ. ശരിക്കും എൻ്റെ ട്രാവലിംഗ് പോകുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2-3 മന്ത്സ് ആയതേ ഉള്ളൂ കേട്ടോ. ഒത്തിരി നാളൊന്നും ആയിട്ടില്ല, 2-3 മന്ത്സ് ആയതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു 2400 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് നാൾ കൊണ്ട് കുറച്ചുകൂടെ കൂടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ട്രാവലിംഗ് വീഡിയോസൊക്കെ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. കാരണം വെച്ചാൽ ഞാൻ ട്രാവലിംഗ് വീഡിയോസ് ഇടുമ്പം ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ പോലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, എടി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല, നിനക്ക് പോയിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് കേട്ടോ. ഒത്തിരി ആൾക്കാരൊന്നും മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സായിട്ടുള്ളവർ. അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അവരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്ത് കമൻസൊക്കെ ഇടുമ്പം അതൊരു വല്ലാത്തൊരു മോട്ടിവേഷനാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പം എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് ഇവിടം വരെയാണ്. ഫ്രം സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ട്രാവലിംഗ് വീഡിയോസ്. അപ്പോൾ ഞാൻ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ട്രാവലിംഗ് വീഡിയോസ് എന്ന് പറയുമ്പം
നമുക്കൊരു മെമ്മറീസ് കൂടാണ് അല്ലേ? നമ്മളൊരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയി നമുക്ക് കാണാൻ പറ്റി, അതിൻ്റെ ആ ഓർമ്മകളൊക്കെ നമുക്ക് വീണ്ടും കിട്ടുവാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടെ ഒരു ബെനിഫിറ്റാണ്. ലൈക്ക് എനിക്കൊരു എന്താ പറയുക, ഒരു സ്റ്റോറി ബുക്ക് പോലെ എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ജേർണി ഇവിടം വരെ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ യൂട്യൂബ് ജേർണി. ആൻഡ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ എത്തി ആൾക്കാരൊക്കെ ഒത്തിരി വീഡിയോസ് കാണണം, കമൻസ് ഇടണം. നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് നമുക്കിങ്ങനത്തെ വീഡിയോസ് ഇടാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത്. ഈ വീഡിയോ ഞാൻ ഒത്തിരി ലോങ് ആക്കിയില്ലെന്ന് കേട്ടോ എൻ്റെ വിശ്വാസം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ എടുത്ത് നോക്കിയാൽ എൻ്റെ കുറച്ച് യാത്രാ വീഡിയോസൊക്കെ ഉണ്ടാവും. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് സപ്പോർട്ട് മീ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.